إلى حضرة روح أبو بكر الصديق نعلല്ലാത്ത റസൂലിന്റെ തണലാണ് സിദ്ദീഖ. റസൂലുള്ളാഹിക്ക് നിഴലില്ലേ? നമ്മൾ നടന്നു പോകുമ്പോ, നമ്മൾ വെയിലത്ത് നടന്നു പോകുമ്പോ നമ്മളെ നിഴല് നമ്മൾ കാണും. എന്നാൽ റസൂലുള്ളാഹി നടന്നു പോകുമ്പോ റസൂലുള്ളാഹിക്ക് നിഴലില്ല മോനെ. റസൂലുള്ളാഹിന്റെ നിഴല് അബൂബക്കർ തങ്ങളാണ്. റസൂലുള്ളാഹിന്റെ തണലും അബൂബക്കർ തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ നിങ്ങളിൽ പെട്ട ഒരാളും സ്വർഗത്തിൽ കടക്കൂല. എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത്, എന്നെ കൊണ്ട് ആണുങ്ങളെ കൂട്ടത്തില് ആദ്യമായി കൊണ്ട് എന്നെ വിശ്വസിച്ചത് അബൂബക്കർ തങ്ങളാണ്. ഞാന് ഈ ലോകത്തോട് സത്യം വിളിച്ചു പറഞ്ഞപ്പോ, പടച്ച റബ്ബിനെ കുറിച്ച് പറഞ്ഞപ്പോ, ദീനിനെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലാഹുണ്ടെന്ന് പറഞ്ഞപ്പോ, ആണുങ്ങളെ കൂട്ടത്തില് ആദ്യമായി കൊണ്ടെന്നെ വിശ്വസിച്ചത് അബൂബക്കറാ. അബൂബക്കർ തങ്ങളാണ്. അബൂബക്കറും ഫിൽ ജന്ന. അബൂബക്കർ സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ നിങ്ങളിൽ പെട്ട ഒരാളും സ്വർഗത്തിൽ കടക്കൂല. അഫ്ളലുൽ മഖ്ലൂഖി അനീസു സുറൂറൻ സുറൂറാ. കോടതി കയറി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അന്നമ അലൈനാ بالإيمان وهدانا إلى دين الإسلام ديوافي نعمه ويكافي مزيدا أرحم الراحمين يا ربي ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് പേര് ഔലിയാക്കളെ പേര് ഞങ്ങൾ എഴുതി വിട്ടു. അല്ലാ അല്ലാ അല്ലാ, ഞങ്ങളെ വീട്ടിലേക്ക് പാപമാരെ ബറക്കത്ത് നൽകണല്ലോ. നൂറെ ഹബീബിന്റെ മുത്തുമണികള് പാവങ്ങളാണ്. അവർക്ക് ഔലിയാക്കളോട് വല്ലാത്ത മുഹബ്ബത്താണ്. റസൂലുള്ളാഹിനോട് വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാ അല്ലാ അല്ലാ, നൂറെ ഹബീബിന്റെ മുത്തുമണികളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരെ ഇറക്കി കൊടുക്കണമല്ലോ. ഒരുപാട് വീട്ടില് കച്ചറ നടക്കുന്ന വീടുകളുണ്ട്. മരുമക്കളും അമ്മായിമ്മയും ഭർത്താവും വാപ്പയും ഉമ്മയോ തമ്മില് പോരടിക്കുന്ന വീടുകളുണ്ട്. റബ്ബേ, അവരെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കിനെ ഇറക്കി കൊടുക്കണല്ലോ. ആരൊക്കെയാണോ, എവിടെ വെച്ചിട്ടാണോ, എന്തിനു വേണ്ടിയാണോ ഈ മജ്‌ലിസ് കാണുന്നതെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മാലാഖമാരെ ഇറക്കി കൊടുക്കണല്ലോ. അവിടെ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ വല്ലാത്ത ഇഷ്ടമാണ്. നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് റസൂലുള്ളാഹിനെ പറഞ്ഞാല് വല്ലാത്ത മുഹബ്ബത്താണ്. അബൂബക്കർ തങ്ങളോട് ഇഷ്ടമാണ്. അല്ലാഹുവേ, ഔലിയാക്കളോട് വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹുവേ, ഞങ്ങളെ വീട്ടിലേക്ക്, ഞങ്ങളെ മക്കളിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരെ ഇറക്കിക്കൊണ്ട് റബ്ബേ. യാ സാഹിബ് ബഅദാദി കുല്ലി നാസിരി യാ മത്ലബൽ ഹാജാത് അബ്ദൽ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദൽ ഖാദിരി. നമ്മളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കിറങ്ങുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിന്റെ തെളിവാണ് ഇന്നത്തെ ഫളല്. നിങ്ങൾക്കറിയുമോ,
കേക്കണേ സഹോദര, കേക്കണേ. നമ്മളെ മക്കൾക്ക് അല്ലാഹു നല്ല ഖൽബ് നൽകട്ടെ. ഒരു കുടുംബം, ഒരു ഭാര്യയും ഒരു ഭർത്താവും, ഒരു കുടുംബവും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു പോവുകയായിരുന്നു. നല്ല രാഗത്തോടെ ജീവിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഒരു പെണ്ണിനെ ഭർത്താവുണ്ട്. ഭർത്താവ് ഗൾഫിലേക്ക് പോയി സന്തോഷമായി ജീവിക്കുന്നതിന്റെ ഇടയില് ഈ പെണ്ണൊരു ചെറുപ്പക്കാരനുമായി കണ്ടുമുട്ടി. സുബ്ഹാനല്ലാഹ്, കേൾക്കടേ, വളരെ സന്തോഷത്തോടെ ഭാര്യ 24 മണിക്കൂർ ഭർത്താവ് ഭാര്യനെ വിളിക്കും. ഭർത്താവിന്റെ ഫോൺ കോള് കണ്ടിട്ടില്ലെങ്കിൽ ഭാര്യ അങ്ങോട്ട് മിസ് കോൾ അടിക്കോ. അങ്ങനെ സന്തോഷത്തോടെ കുടുംബം മുന്നോട്ട് പോകുമ്പോ ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരുമായി കണ്ടുമുട്ടി. അവർ മെസ്സേജ് അയക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, മെസ്സേജ് അയക്കുന്നതിൻ്റെ ഇടയിൽ ഈ പെണ്ണു ഒരു ചെറുപ്പക്കാരനും പ്രണയത്തിലായി. പിന്നെ പെണ്ണിന് ഭർത്താവിനെ വേണ്ട, പിന്നെ പെണ്ണിന് കുട്ടിയെ വേണ്ട. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പ്രേമിക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ ഭർത്താവിനെ ഒഴിവാക്കണം, നിന്റെ കുട്ടിനെ ഒഴിവാക്കണം, നീ എന്റെ കൂടെ വരണം, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, കേക്കണേ. നല്ല സന്തോഷത്തോടെ നല്ല സമാധാനത്തോടെ ഒരു ഭാര്യയും ഒരു ഭർത്താവും ജീവിച്ചു പോവുകയാണ്. ആ ഉമ്മക്കാണെങ്കിൽ ആ ഒരു മകളാണുള്ളത്. ആ ഉമ്മക്കാണെങ്കിലോ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളായിട്ടൊരു തരി മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണൊളിച്ചോടിപ്പോയി. നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബത്തിൽപ്പെട്ട 24 മണിക്കൂർ സുബ്ഹാനല്ലാഹ് ഭർത്താവിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. കുട്ടി ഉമ്മ എന്ന് പറഞ്ഞപ്പോഴും കുട്ടിയും കരച്ചിലാണ്. മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഉമ്മാന്റെ സമനില തെറ്റാൻ തുടങ്ങി. ആളുകള് പറഞ്ഞു കൊടുത്തു. ഒരുപാട് തവണ കാമകന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എന്റെ മകളെ ഒഴിവാക്കിക്കൊണ്ടാ. കോടതി കയറി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കെന്റെ കാമുകനെ മതി, എനിക്കെന്റെ കുട്ടിയെ വേണ്ട, എനിക്കെന്റെ ഉമ്മയെ വേണ്ട, എനിക്കെന്റെ ഭർത്താവിനെ വേണ്ട. ദിവസങ്ങൾ എങ്ങനെ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാള് പറഞ്ഞു കൊടുത്തത്, താത്താ, സുബഹിന്റെ സമയത്തൊരു സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസ് ഉണ്ട്, അത് കണ്ടോ? നിന്റെ മകള് തിരിച്ചു വരും. ഇല്ല, ഒരു മജ്‌ലിസും ഞാൻ കാണില്ല, കണ്ടിട്ട് എനിക്ക് കാര്യമില്ല. ഒരുപാട് മജ്‌ലിസ് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ കുട്ടി തിരിച്ചു വന്നിട്ടില്ല. ആ ഉമ്മ പറഞ്ഞു, മോളെ, ഇത് ഒരുപാട് ഫദ്വളം കിട്ടുന്ന സ്വലാത്താണ്. ഈ സ്വലാത്ത് കണ്ടോ? നിന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരെ പറന്നിറങ്ങോ. ആ തങ്ങൾ ഒരുപാട് ഔലിയാക്കളെ വിളിക്കാറുണ്ട്. ഔലിയാക്കള് നിന്റെ വീട്ടിലേക്ക് പറന്നിറങ്ങോ. അങ്ങനെ ഉമ്മ സ്വലാത്ത് കേൾക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം മേലെ കുടക്കാടിന്റെ മുറ്റത്ത് വന്നിട്ട് ഓരോരോ ഫضل കേട്ടിട്ട് മേലെ കുടക്കാടിന്റെ മുറ്റത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവണം തങ്ങളെ, അതല്ലെങ്കിൽ എന്റെ പൊന്നാരമോള് അവനെ ഒഴിവാക്കിയിട്ട് എന്റെ വീട്ടിലേക്ക് വരണോ. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട ഉമ്മ, 2 നേരം മുടങ്ങാതെ മജ്‌ലിസ് കാണോ. നിനക്ക് പറ്റുമെങ്കിൽ നീ ആരെങ്കിലും സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിൽ കൂട്ടോ, ഞാൻ ആളുകളെ കൂട്ടിക്കോളാം. ഞാൻ 2 നേരമല്ല 24 മണിക്കൂർ ഞാൻ മജ്‌ലിസ് കണ്ടോളാം. എനിക്കെന്റെ പൊന്നുമോളെ വേണം. ആളുകള് പറഞ്ഞു, മേലെ കുടക്കാടിന്റെ മണ്ണ് പൊന്നാണ്. തങ്ങള് പാപ്പാന്റെ അടുത്ത് ചെന്നിട്ട് സങ്കടങ്ങള് പറഞ്ഞാല് സ്വലാത്ത് ചൊല്ലാൻ പറയും. നിന്റെ മകള് തിരിച്ചു വരുമെന്ന വിശ്വാസത്തോടെ കുടക്കാടിന്റെ മണ്ണ് വന്നതാണ്.
അല്ലാ അല്ലാ അല്ലാ, എന്റെ പൊന്നുമോള് വരൂ. ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഉമ്മ, നിങ്ങൾ കാണുന്ന സ്വലാത്ത് സാധാരണ സ്വലാത്തല്ല. നിങ്ങൾ വിളിക്കുന്ന മഹാന്മാർ സാധാരണ മഹാന്മാരല്ല, അത് വലിയ ഔലിയാക്കളാണ്. വരും ഉമ്മ, നിന്റെ മകൾ ഹൃദയത്തിലേക്ക് ഔലിയാക്കളെ പറന്നിറങ്ങുമ്മ. ധൈര്യത്തിൽ പൊയ്ക്കോ. 5 വഖത്ത് നിസ്കരിച്ചോ, തഹജ്ജുദ് നിസ്കരിച്ചോ, സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിന് കാത്തിരുന്നോ. അല്ല നിന്നെ പരാജയപ്പെടുത്തൂലെന്ന് പറഞ്ഞയച്ചു. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഉമ്മ വന്നിട്ട് സന്തോഷം പറഞ്ഞു. എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോളെ മൊബൈൽ ബ്ലോക്ക് ചെയ്തിരുന്നു, ഫോണുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നു. കാമുകൻ ഒന്നിനും സമ്മതിച്ചിരുന്നില്ല. എന്നാൽ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ തുടങ്ങി. കൊടക്കാട് വന്നു. ബാക്കി ലാസ്റ്റ് പറയാം. ഇറങ്ങി, റഹ്മത്തിന്റെ മലക്കിറങ്ങി. നിങ്ങൾ